നായകനാണ് രോഹിത് ശർമ്മ. നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഇന്ത്യക്കായി അങ്ങേയറ്റം മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. 2024 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കാൻ രോഹിത് എന്ന നായകന് സാധിച്ചിരുന്നു. നിലവിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 2025 IPL മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാവുമോ എന്നറിയാൻ ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യക്ക് വേണ്ടി 5 തവണ കിരീടം നേടിക്കൊടുത്ത രോഹിത്തിൽ നിന്ന് 2024 സീസണിന് മുമ്പായി അപ്രതീക്ഷിതമായി നായക സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഊഹാപോഹങ്ങൾ ശക്തമാണ്. മുംബൈ ഇന്ത്യൻസിൽ തുടരുന്നത് സംബന്ധിച്ച് രോഹിത് ശർമ്മയോ ഫ്രാഞ്ചൈസി മാനേജ്മെന്റോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ രോഹിത്തിന് അമർഷമുണ്ടായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ട്രേഡ് വഴി ഹാർദിക് പാണ്ഡ്യയെ ടീമിൽ തിരികെ എത്തിച്ച് ക്യാപ്റ്റനായി നിയമിച്ച് രോഹിത്തിനെ ഒതുക്കുകയായിരുന്നു. 2025 സീസണിലും ഹാർദിക് തന്നെയാണ് MIയെ നയിക്കുകയെന്ന സൂചനകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രോഹിത് ഇനിയും MIയിൽ തുടരുമോ അതോ IPL 2025 മുൻപ് ഫ്രാഞ്ചൈസി വിടുമോ എന്നതാണ് ചോദ്യം. IPL 2025 മുൻപ് മെഗാലേലം നടക്കും. ഫ്രാഞ്ചൈസികൾക്ക് ഒരു നിശ്ചിത എണ്ണം കളിക്കാരെ മാത്രമേ നിലനിർത്താനാകൂ. ടീമിൽ നിലനിർത്തുന്നവരിൽ രോഹിത് ഉൾപ്പെടെയുണ്ടെങ്കിൽ സ്വാഭാവികമായും ലേലത്തിൽ വരും. ഉയർന്ന തുകയ്ക്ക് തന്നെ ഫ്രാഞ്ചൈസികൾ റാഞ്ചുകയും ചെയ്യും. രോഹിത്തിനെ ലേലത്തിൽ വെക്കാൻ MI സന്നദ്ധമാകുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം രോഹിത് MIയുമായി വേർപിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് പ്രഗ്യാൻ ഓജ. MIയിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിച്ച സ്പിന്നറായിരുന്നു അദ്ദേഹം. ആഭ്യന്തര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് IPL എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിലെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്നും എന്നാൽ വ്യക്തിപരമായി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ രോഹിത് ശർമ്മ IAയ്ക്കൊപ്പം ഉയരത്തിലേക്ക് വളരുന്നത് കണ്ട വ്യക്തി എന്ന നിലയിൽ തുടരുന്നതാണ് നല്ലതെന്നുമാണ് അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. INSുമായുള്ള അഭിമുഖത്തിലാണ് ഓജ പറഞ്ഞത്. ഇപ്പോൾ രോഹിത് ശർമ്മയെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം പീയൂഷ് ചൗള. 2007 ഇന്ത്യൻ 2020 ലോകകപ്പ് നേടിയപ്പോഴും 2011 ഏകദിന ലോകകപ്പ് സ്വന്തമാക്കിയപ്പോഴും ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു പീയൂഷ് ചൗള. രോഹിത് വളരെ മികച്ച ഒരു ലീഡറാണെന്ന് പീയൂഷ് ചൗള ഇപ്പോൾ പറയുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലല്ല രോഹിത് മൈതാനത്തെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പീയൂഷ് കരുതുന്നു. ഒരു ലീഡറായി മാറാൻ അവന് ഇതിനോടകം സാധിച്ചിട്ടുണ്ടെന്ന് പീയൂഷ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. കഴിഞ്ഞ ലോകകപ്പിലെ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനങ്ങൾ വിലയിരുത്തിയാണ് പീയൂഷ് ചൗള സംസാരിക്കുന്നത്. ഒരു ലീഡറായി നിന്ന് തുടക്കത്തിൽ തന്നെ ആക്രമണം അഴിച്ചുവിടാൻ രോഹിത്തിന് കഴിഞ്ഞ ലോകകപ്പുകളിൽ സാധിച്ചിരുന്നു. ഇത് ടീമിലെ മറ്റു ബാറ്റർമാർക്ക് കാര്യങ്ങൾ അനായാസമായി കൊടുക്കുന്നു എന്നാണ് ചൗള കരുതുന്നത്. അതുകൊണ്ടാണ് രോഹിത്തിനെ ചൗള ഒരു ലീഡറായി കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാപ്റ്റൻ എന്ന നിലയിൽ IPLൽ വലിയ വിജയം നേടിയ താരമാണ് രോഹിത്. 2013, 2015, 2017, 2019, 2020 വർഷങ്ങളിലാണ് IMAയെ IPL കിരീടങ്ങളിലേക്ക് നയിച്ചത്. 5 IPL കിരീടങ്ങൾ നേടിയ MI ഹാർദിക്കിന്റെ കീഴിൽ അവരുടെ എക്കാലത്തെയും മോശം പ്രകടനമാണ് 2013 IPLൽ കാഴ്ചവെച്ചത്. ചരിത്രത്തിലാദ്യമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തി. എല്ലാ മത്സരങ്ങളിലും ആക്രമണ മനോഭാവം തന്നെയാണ് രോഹിത് വെച്ചു പുലർത്തിയിട്ടുള്ളത്. 2020 ലോകകപ്പിലടക്കം ഇത് ഇന്ത്യക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുമുണ്ട്. വരാനിരിക്കുന്ന ഏകദിന 2020 മത്സരങ്ങളിലും രോഹിത് ഇത്തരത്തിലുള്ള മനോഭാവം തുടരുമോ എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ.